ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ടെറസിൻ്റെ പൊക്കത്ത് ഒരുപാട് കൃഷികൾ നട്ടിട്ടുണ്ടായിരുന്നുണ്ട്. ബിനീഷ ഒരുപാട് നാളായിട്ട് ചെയ്യാത്ത കാര്യമായിരുന്നു. കാര്യം കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഇതേപോലെ ഒരു കൃഷി ചെയ്തിട്ട് ഹോസ്പിറ്റലായതാണ് നമ്മുടെ ബിനീഷ. എല്ലാവരും പഴയ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബിനീഷ അങ്ങനെ കൃഷി കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാറില്ല. പക്ഷെ ഇപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താഴെ കുറച്ചധികം ഉണ്ട്. ഇനി നമ്മുടെ ടെറസിൻ്റെ പൊക്കത്ത് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഈ ചീരയൊക്കെ പൊട്ടിച്ച് ഈ വശത്തേക്ക് പൊട്ടിച്ചിട്ട് കണ്ടത് പച്ചമുളക്, ചീര അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നോക്കിയ ഗൈസ് കണ്ട, തക്കാളിയുടെ ഉണ്ടോ എവിടെ? അതെ, തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇത് ഗൈസ് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എവിടെയാണ് എനിക്കും കാണാൻ കിട്ടുള്ളത്? അതേ ഇരിക്കുന്നു ഗൈസ്. ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടാ. പിന്നെ അതുപോലെ ഇവിടെ ഒരു തക്കാളി ഉണ്ട്. എവിടെ? അതെ, പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പുളിസ് സത്യത്തിൽ ഞാനിങ്ങനെ കയറി കാണാറൊന്നുമില്ല. ഇയാള് എനിക്ക് വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടിട്ടൊക്കെ കയറി വരാറുള്ളൂ. കൈസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വെയിലായി കാരണം കണ്ണ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ കോസ്റ്റ് ആണെന്ന് വിചാരിക്കണ്ട. ആ വെയിലാണ്. അച്ചിങ്ങയൊക്കെ ഉണ്ടായി, അച്ചിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചീര, പിന്നെ ഇവിടെ കുറച്ച് ചീര ഉണ്ട്. ഈ ചീര നമ്മളിന്ന് ചെയ്യാൻ പോണ എന്താണെന്ന് അറിയാമോ ഗൈസ്? നമ്മുടെ വീട്ടിൽ അമ്മച്ചി കൊണ്ടേ കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചീര എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അമ്മച്ചി കേട്ടില്ല കേട്ടോ. അപ്പം അത് കാരണം ഇന്നിപ്പോൾ മുറിച്ച് നേരെ കൊണ്ടുപോകാൻ വേണ്ടി പോകണത് കേട്ടോ. അതെ, നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ചീര ഉണ്ട്. ഒക്കെ ചീര ഇങ്ങനെ ആയിട്ടുണ്ട്. ചീര എടുക്കാൻ പാ ഗൈസ്. ചീരയുടെ ഒക്കെ വണ്ണം നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതേ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തു. നമ്മൾ കട്ട് ചെയ്ത് മൂത്തട്ടില്ല, ഇനിയും ആകാനൊക്കെ ഉണ്ട്. കണ്ടത് ഇവിടെ നിന്നൊക്കെ ഓരോ ചീര. ഇതൊക്കെ ഇനിയും വലുതാവും. പക്ഷെ കരിപ്പ അമ്മച്ചി കൊണ്ടേ കൊടുത്താലാണ്. പിന്നെ നമ്മൾ ഇനി പോക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പോ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് പോക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ പോണ സമയത്ത് വേഗം തന്നെ ഇത് പറിച്ച് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. പിന്നെ അതുമല്ല, നമ്മുടെ വീട്ടിൽ ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അതും കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ അവരെ ഒന്ന് കാണണം. അപ്പോൾ അവരെ കണ്ട് നമ്മൾ അമ്മച്ചിയുടെ അടുത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ അവരിന്ന് നമ്മളുള്ള കാറിൽ നിന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അവരെയും കാണണം. ഇത് കൊണ്ടേ കൊടുക്കുകയും വേണതല്ല. ചീരയൊക്കെ വെട്ടി. പക്ഷെ ഞാൻ തക്കാളിയോ ഈ ചീര അടിപൊളിയാണ് കേട്ടോ. നോക്കിയ ഇതിന് ഫുള്ള് ചീര മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ സാധാ ചീര വെറുതെ ഇങ്ങനെ കോല് പോലെ പോയിട്ട് മേളിൽ മാത്രമേ ഇല ഉണ്ടാവും. ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിറയെ മരം പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു 3-4-5 കട മതി നമുക്ക് രണ്ടുപേർക്ക് കറിയില്ലേ. അതന്നെ. പക്ഷെ ഞങ്ങളിവിടെ രണ്ടുപേരായതുകൊണ്ട് എന്ത് ചെയ്യാന് അധികം തിന്നാൻ പറ്റില്ല. പക്ഷെ ഈ തക്കാളി ഉണ്ടായിക്കണത് കൊള്ളാട്ടോ. ഞാൻ മാറ്റി വെച്ചത് ഇപ്പൊ വെയിലായല്ല. വെയിലാവണക്കാലം മുമ്പ് നമ്മൾ ശരിക്കും എടുക്കണമെന്നാണ് പറയണത്. കാരണം വെയിലായി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വാടിപ്പോവും ചീര. ഓ, അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. ഞാനിത് കുറച്ച് അമ്മച്ചിക്ക് അരിഞ്ഞാണ് കൊണ്ടേ കൊടുക്കണം. അമ്മച്ചിക്ക് ചീരയുടെ വണ്ണം കണ്ട കഴിച്ചു. നല്ല അടിപൊളി ചീര. പക്ഷെ ഇവിടെ മാത്രമല്ല കേട്ടോ. അതെ, താഴെ അച്ചിങ്ങതേ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട് കേട്ടോ കഴിച്ചു. ഇത് കണ്ട ഒരു പന്തൽ പോലെ കിട്ടി കൊടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ട് ചീരയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ചീര എടുത്ത് നേരെ ഇനി വീട്ടിലോട്ട് പോകാട്ടോ. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി. യൂണിഫോം ഇട്ടോ. വീട്ടിലെത്തി അപ്പൊ തന്നെ ഞാൻ യൂണിഫോം എടുത്തിട്ട് പണിയുണ്ട് എനിക്കിവിടെ. പണിയുണ്ട്. അപ്പൊ അതെ, അമ്മച്ചി ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ നോക്കിയപ്പോട്ടെ എന്തൊക്കെയോ നോക്കണേ കേട്ടാ. പിന്നെ ഞങ്ങള് വന്നപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ചീര കൊടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അമ്മച്ചി നാളെ വെക്കായിരിക്കും. ചെമ്മീൻ കിട്ടണമെന്നാ പറഞ്ഞേക്കണം അമ്മച്ചിക്ക്. ഞങ്ങൾക്ക് അവിടെ ചെമ്മീൻ കിട്ടണം അമ്മച്ചി. ഇപ്പൊ ചെമ്മീനില്ല. ചെമ്മീനിട്ട് വെച്ചാലും നല്ലതുള്ളു. അപ്പൊ അതേ ചായി കുറച്ച് ചക്കയിടാൻ വേണ്ടിട്ട് പോണേ. ചേയുടെ കാലിൽ നിറയെ ഉറുമ്പൂടിയിട്ട് കൊടുത്തേക്കാം. ഇത്രയും റിസ്ക് എടുത്താണ് കണ്ണൂര് വരെ തള്ള ചക്ക ഇടിക്കാൻ അല്ലേ? ഇവിടെ നിറയെ ഉറുമ്പുണ്ട്. ഞാനും ദേ ഇവിടെ ചവിട്ടിയൊക്കെയാണ് നിൽക്കുന്നത്. ചക്കയൊക്കെ ആയി കിടക്കണുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് അങ്ങ് ഇടണം. പിന്നെ ഒരു വറക്കാനുള്ള ചക്ക ഞങ്ങൾക്ക് ഇടണം. അതാണ് ഇപ്പൊ പപ്പന് ഓരോന്ന് കത്തിനൊക്കെ ആയിട്ട് ചെല്ലണം കേട്ടോ. പപ്പ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും. പപ്പക്ക് ഇവിടെ നിന്ന് താഴെ നിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏതാണ് പച്ച ഏതാണ് മൂത്തതെന്ന്. പപ്പ കറക്റ്റ് പറയുന്നത് ഇന്നത് ആയിട്ടുണ്ട്, ഇന്നത് എടുത്തോന്ന്. അപ്പം അങ്ങനെ ചെയ്ത് അങ്ങനെ എടുക്കട്ടെ. എപ്പോഴും മേളിൽ കയറി ഇപ്പം പറ്റണ്ടേ? അതെ, ആദ്യത്തെ ചക്കനെ വെക്കണേണ്ട. അപ്പം ഇവിടെ താഴത്തുനിന്ന് കയറ് കൺട്രോൾ ചെയ്യുന്നത്. അമ്മച്ചി ഇവിടെ നിന്ന് നോക്കിക്കണ്ട് അല്ലേ അമ്മച്ചി? അപ്പോൾ ചക്കേനെ സൂക്ഷിച്ചും കണ്ട് വയ്യ ഇറക്കണേന്ന്. അതെ, ഞങ്ങൾ കൊടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, കൊടി ഇറക്കി
ഇച്ചായി ദേ ഇത്രയും പൊക്കത്ത് കയറിയിട്ടാ. അത്രയും പൊക്കത്ത് കയറിയത് അവിടെ നിന്ന് ചക്ക ഒരു കൊലയിൽ 5-6 എണ്ണമായിട്ട് കിടപ്പുണ്ട്. അപ്പം അതിൽ നിന്ന് 2-3 ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇവിടെ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കണേ. എന്നുവെച്ചാൽ അവിടെ ചവിട്ടാനുള്ള വേറെ ഗ്യാപ്പില്ല. അപ്പം ആ ഒരു ടെൻഷനിൽ ഞങ്ങൾ നിൽക്കണേ. അമ്മച്ചി ഇവിടെ പൊക്കണം ചെയ്യോ, എനിക്ക് എൻ്റെ മോൻ നിൽക്കണം എന്നിട്ട് പേടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ വിരുന്നുകാരെ അടുക്കളപ്പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങള് കഴിക്കാൻ കൊടുത്തത്. അവിടെ ഇരുന്ന് കണ്ണൂർ ഇരുട്ടിയിലുള്ള ആൾക്കാരുണ്ടാവും. ഇത് നമ്മുടെ കൊച്ചി അറിയാല, ഇത് ഫുൾ ടൈം ഇതിന്റെ മമ്മി. അതെ, അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചിയും ചായയും കൂടി ഇപ്പൊ ചക്ക ചെറിയൊരു കഷ്ണം ഞാൻ സ്വപ്നം കണ്ടായിരുന്നു ഈ ചക്ക ഞാൻ ഇവിടെ വരണമെന്ന്. പക്ഷെ അത് നടന്നോട്ടെ, നമ്മൾ ആഗ്രഹിച്ച് നടക്കും പറഞ്ഞതാ. കറക്റ്റായിട്ടൊരു കല്യാണം വന്നു, നമുക്ക് വരാൻ പറ്റി. അല്ല, നമ്മള് ദൈവത്തോട് കൂടി ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരും. ആഗ്രഹത്തിന് നമ്മള് പ്രവർത്തിച്ചാൽ സാധിക്കും, എല്ലാം സാധിക്കും. അങ്ങനെ കറി വെക്കാൻ ഇടിയൻ ചക്ക കൊണ്ടുപോകും. ചേട്ടൻ വന്നിട്ടില്ല. ഇടിയൻ ചക്ക മമ്മി, ഇടിയൻ ചക്ക വേണോ കറി വെക്കാൻ? ഇടിച്ചക്ക കല്യാണത്തിന്റെ ഒരു തിരക്കായോണ്ടേ അവിടെ ചെന്ന അവിടെ കല്യാണം. ഇവരൊരു ദിവസം വന്നു കഴിഞ്ഞിട്ട് മതി. മമ്മി അപ്പൊ ചെറിയൊരു വ്ളോഗ് കാര്യങ്ങളൊക്കെ മമ്മി തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലല്ലേ? ഫേസ്ബുക്കിലാണ് കൂടുതലും. ഫേസ്ബുക്കിലാണ് കൂടുതലുള്ളത്. പേര് ആൻസി ജോസ് എന്ന് പറഞ്ഞ പേരില് എന്റെ കുടുംബമാണ് എന്റെ ലോകം. അതെ, ചാനലിന്റെ പേര്. അതെ അതെ. മോളെ എന്തിട്ടില്ല, മോളെ നിനക്ക് തിരക്കായിരുന്നല്ലോ, പെട്ടെന്നായിപ്പോയി പേരിടിയില്. അപ്പൊ ഇവിടെ ചായ കുടിക്കണേട്ടാ മമ്മി. മമ്മി വീട് ഇവിടെ വന്നപ്പോ എന്താ കോഴിക്കോട്ട എന്താ സംഭവം? കോഴിക്കോട്ട അത് കട്ട്ലേറ്റ് ബ്രെഡ് പൊരിച്ചത്. ബ്രെഡ് പൊരിച്ചത് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാ? ചിക്കൻ ഉണ്ടല്ലോ അതിന്റെ ഉള്ളില്. ചിക്കനോ? ആ, അങ്ങനെ എന്തോ നോക്കണം. ചക്കപ്പഴം ഇഷ്ടം പോലെ കഴിച്ചു, അതുകൊണ്ട് ഇതൊന്നും വേണം തോന്നുന്നില്ല. അപ്പൊ ഒരു ചായ കുടിക്കണേ. അപ്പൊ ഇനി മമ്മിക്കൊരു വീഡിയോ എടുക്കണം. അപ്പൊ അത് ഞാൻ അതൊന്ന് എടുത്തു കൊടുക്കട്ടെ. അമ്മച്ചിയുടെ വടി കുത്തിപ്പിടിച്ചതേ മമ്മി നിൽക്കണായിട്ട് ഇവിടെ. അമ്മച്ചിക്ക് നല്ല സൂപ്പർ വടി മക്കള് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മച്ചിക്ക് ഇത് എടുക്കാൻ പയ്യ നാളക്കേടാണ്. കിട്ടിയ വടിയാ, കിട്ടിയ അരവടി എടുത്തിട്ട് നല്ല വില ഉണ്ട് കേട്ടോ. അതെ, വെയിറ്റ് ഉണ്ട്. പറഞ്ഞില്ല മുറുകൊക്കെ ചെയ്യാല്ലേ? അത് ഞാനിപ്പോ 3 ഉണ്ട്. കാര്യം പറയാം, ഞാൻ പറഞ്ഞു ഏറ്റവും വലുത് നമ്മൾ വീഴാതിരിക്കുന്നത്. അതത്ര വീട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭാരവും. നമുക്ക് തന്നെ നമുക്കും ഭാരവും, പിള്ളേർക്കും ഭാരവും. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പോവാ. ഞാൻ എന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആരെയും ശല്യപ്പെടുത്തുന്ന പെട്ടെന്ന് അങ്ങനെ വിളിക്കണേന്ന്. അതൊക്കെ അതെല്ലാവരുടെയും പ്രാർത്ഥന. അതെ, എന്റെ പറഞ്ഞ നേരത്തെ എന്റെ അടുത്ത് വന്നിരുന്ന് എന്റെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകണേന്ന് എന്റെ പ്രാർത്ഥന. സമയം പറ്റില്ല. ഇപ്പോഴൊന്നും പോണ്ട. ഈ മക്കൾക്കൊക്കെ നല്ല സൂപ്പറായിട്ട് അമ്മച്ചി വീഡിയോയിലൊക്കെ വന്ന് സന്തോഷമായിട്ട് അമ്മച്ചിക്ക് ആഗ്രഹമുള്ള സ്ഥലം വഴിയൊക്കെ മക്കൾ കൊണ്ടുപോകുന്നില്ലേ? ഇന്നാളെ ഞാൻ കണ്ടല്ലോ. പോണം പോയായിരുന്നു. അപ്പൊ അതേ നമ്മുടെ മമ്മി കൊച്ചൊക്കെ ഇറങ്ങാറായിട്ടാ. വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്മച്ചി കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ഊബറല്ലേ ബുക്ക് ചെയ്തേക്കണേ? വണ്ടിയാ ഞങ്ങൾ കൊണ്ടുവരും ഒരു ദിവസം അമ്മച്ചിനെ. അല്ല, വണ്ടിക്ക് വരാമല്ലോ. അമ്മച്ചിക്ക് വണ്ടിക്ക് വരാൻ മാത്രമേ പറ്റുള്ളൂ. ഒന്ന് വേളാങ്കണ്ണി കൊണ്ടുപോകണം അമ്മച്ചീനെ. അപ്പൊ നമ്മുടെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ 2 ചക്ക കൊടുത്തു പറഞ്ഞത്. അപ്പൊ വണ്ടി വന്നിട്ട് വേണം ഇനി അവർക്ക് പോകാം. വണ്ടി വന്നിട്ട് വേണം പോകാൻ. രണ്ടുപേരും ഭയങ്കര സെറ്റായിട്ടൊക്കെ കണ്ണൂരോട്ട് ക്ഷണിക്കണേന് വന്നം എന്നൊക്കെ പറയുന്നത്. ആരെയും പുലിയൊക്കെ അപ്പൊ അങ്ങനെ നേരം വെളുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമായി. മമ്മിയൊക്കെ പോയി, അവര് നല്ല ഹാപ്പി ആയിരുന്നു. ജിബി അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിബിക്ക് വരാൻ പറ്റില്ല, കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജിബി കണ്ണൂർ പോണോണ്ട് വേറെ വണ്ടിയൊക്കെ എടുക്കാനുണ്ടായി. അപ്പൊ ജിബി അങ്ങനെ പോയി. അപ്പൊ ഞങ്ങള് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലമ്മച്ച് കറിയൊക്കെ തന്നിട്ടുണ്ടല്ലോ, ബീഫ് ഫ്രൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിനീഷൊക്കെ അതുകൊണ്ട് ഇവിടെ പണിയൊന്നും ഉണ്ടായില്ല. അതെ, പണിയൊന്നും ഉണ്ടായില്ല. കറിയൊക്കെ തന്നിട്ടുണ്ട്. അത് കൂട്ടി കഴിച്ചു ഞങ്ങള്. അതും കൂട്ടി കഴിച്ചിട്ട് പിന്നെ ഈ പൂവുണ്ടതേ, ഇത് ഈ സെയിം കളർ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന്ന് പൂവും കൂടി ഇങ്ങോട്ട് വീണിട്ട് ഇത് വൈറ്റ് ആയിരുന്നു. വൈറ്റില് ചില ഭാഗത്തൊക്കെ ഈ കളർ പിടിച്ച് അല്ലേ? പൂമ്പൊടി പറന്നു വന്നിട്ട് അതിനകത്തോട്ട് പൂമ്പൊടി
അപ്പോൾ എന്തായാലും അതൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമല്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയായിട്ടോ. അപ്പോൾ വന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഞങ്ങളൊരു ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ട്രേസി ചേച്ചിക്ക് വറുക്കാൻ വേണ്ടി ഒരു ചക്ക വേണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു ചക്ക ട്രേസി ചേച്ചിക്ക് വറുക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തിട്ടാ. ട്രേസി ചേച്ചി ആണെങ്കിൽ ഇന്ന് വറുക്കാൻ പറ്റൂല. ട്രേസി ചേച്ചിക്ക് ഇന്ന് ടൂർ പോകണ്ടല്ലേ? ട്രേസി ചേച്ചി ഇന്ന് ടൂർ പോകണം കേട്ടോ. അപ്പോൾ രാവിലെ ട്രേസി ചേച്ചി ടൂറൊക്കെ പോയിട്ടുണ്ടല്ലേ. നമ്മുടെ റോഡ് ഇവിടെ ഉണ്ട്. രാവിലെ തന്നെ കളിയോട് കളിയാണ് കേട്ടോ ഇവന്. ഇല്ലേ അവനെ പേടിപ്പിക്കണത് ഇങ്ങനെ വെറുതെ ഇടാ കൊച്ചിനെ പേടിപ്പിക്കാണ്ട്. വെള്ളം നനച്ചോ അവനെ ഏത് അതാ അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കയറിക്കണം. ആരുടെ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ ഇവൻ ചാടി കയറി അതിനകത്ത് പിടിക്കോട്ടാ. ഇന്നലെ അതുണ്ടായി എറണാകുളത്ത് പോയി വന്നു കഴിഞ്ഞാൽ എപ്പോഴുള്ള അവസ്ഥയാണ്. വണ്ടി ആകെ നാശകൂശമാവും. പിന്നെ കൊണ്ടുവന്നിട്ട് വേണം ഇത് കഴുകി രണ്ടാമത് ഇടണോട്ട്. നോക്കി വണ്ടി പൊടി പിടിച്ച് വയ്യാണ്ടാവും വണ്ടിക്ക്. എനിക്കാണെങ്കിൽ കഴുകി മതിയാവും. ഈ ഒരു കളറായത് കാരണം എപ്പോഴും കഴുകണം. പൊടി വന്നിരിക്കുമ്പോ പെട്ടെന്ന് അറിയും അല്ലേ? ആ പിന്നല്ലാണ്ട്. അപ്പൊ അതെ ഇന്നലത്തെ വിശേഷം അമ്മച്ചിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അവിടെ ഉണ്ട്. മമ്മീനെ കണ്ടപ്പോ അമ്മച്ചിക്ക് ഹാപ്പി, അമ്മച്ചീടെ മമ്മി കണ്ടപ്പോ മമ്മി ഹാപ്പി. അതിനിടക്കാണെങ്കിൽ മമ്മിയുടെ വിറ്റായിരുന്നു. വിറ്റോട് നല്ല രസമായിരുന്നു കേട്ടോ. മമ്മി അമ്മച്ചിയും കൂടി ചേർന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു. മമ്മി രണ്ടുമൂന്ന് കണ്ടന്റൊക്കെ എടുത്തിട്ടൊക്കെയാണ് മമ്മി പോയേക്കണം കേട്ടാ. അമ്മച്ചിയുടെ ഓൺ വോയിസ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അമ്മച്ചി ഓരോന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത് കുറെ തങ്കടിച്ച് അമ്മച്ചി, നമ്മുടെ അമ്മച്ചി. അപ്പൊ ആ ഒരു ഇതിന് ഈ സാധനം കൊള്ളാം, ഇത് പറഞ്ഞോ അപ്പൊ തന്നെ വീഡിയോ രസമായിരുന്നു, എൻജോയ്മെന്റ് ആയിരുന്നു. ഇപ്പൊ അമ്മച്ചിനെ വിളിച്ചിട്ടുണ്ട് അങ്ങാട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു ദിവസം കണ്ണൂര് പോകുമ്പോ അമ്മച്ചിനെ കൊണ്ടുപോകണം വിചാരിച്ചിരിക്കുന്നു. പിന്നെ എവിടെയെങ്കിലൊക്കെ ഇനി പോകാൻ പറഞ്ഞാൽ അമ്മച്ചിനെ കൊണ്ടുപോകണം. അമ്മച്ചി എങ്ങും ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുമില്ല. നല്ല പ്രായത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ട. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. അമ്മച്ചി വന്നെയാണെങ്കിൽ അമ്മച്ചിനെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടു കൂടി പോയിക്കോളും. അപ്പോൾ ആള് വരുവോട്ടെ എന്തായാലും. അപ്പോൾ അമ്മച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ പേരയൊക്കെ നല്ല അടിപൊളി. രാവിലെ തന്നെ നോക്കിയത് കാക്കയൊക്കെ എന്താ മേരിയമ്മയുടെ 2 വാഴ കായ്ച്ചു ഒടിഞ്ഞു പോയി. പാവം മേരിയമ്മ ഭയങ്കര സങ്കടത്തിലാണ്. അത്രയും വലുതായതാണ്. അപ്പൊ അതുകൊണ്ട് മേരിയമ്മക്ക് ഭയങ്കര ഒരു സങ്കടം. അത്രയും നോക്കിയതാണല്ലോ വെള്ളമൊക്കെ ഒഴിച്ച്. ആ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ അങ്ങോട്ട് വീണ് പോയി ഇപ്പൊക്കെ പറഞ്ഞിട്ട് പാവം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ബൈ.